പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളിടത്ത് നിന്ന് വിജയിച്ചു കയറുന്നതാണ് യഥാർത്ഥ ധീരത. വെറും 8 ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശത്തേക്ക് പോയിട്ട് സാങ്കേതിക തകരാറുകൾ മൂലം 286 ദിവസങ്ങൾ അവിടെ കുടുങ്ങിപ്പോയിട്ടും പതറാതെ പോരാടിയ ഒരു വനിത. വെറും ഒരു ആസ്ട്രോനോട്ട് എന്നതിലുപരി പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട ഒരു യഥാർത്ഥ പോരാളി. അമേരിക്കൻ നേവിയിൽ നിന്ന് നാസയുടെ കമാൻഡർ പദവിയിലേക്ക് വളർന്ന സുനിത വില്യംസിന്റെ ജീവിതം ആരെയും ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആ ലിവിംഗ് ലെജൻഡിനെ കുറിച്ച്. 1965 സെപ്റ്റംബർ 19 അമേരിക്കയിലെ ഒഹായോയിലാണ് സുനിത ലിൻ പാണ്ഡ്യ ജനിച്ചത്. ഒരു മിക്സഡ് കൾച്ചറിൽ വളർന്ന സുനിതയുടെ അച്ഛൻ ഡോക്ടർ ദീപക് പാണ്ഡ്യ ഗുജറാത്തിയും അമ്മ ബോണി പാണ്ഡ്യ സ്ലൊവേനിയൻ വംശജയുമായിരുന്നു. ഈ രണ്ട് സംസ്കാരങ്ങളുടെയും സ്വാധീനം സുനിതയുടെ വ്യക്തിത്വത്തിൽ പ്രകടമായിരുന്നു. കുട്ടിക്കാലത്ത് സ്വിമ്മിങ്ങിലും ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്ങിലും ഒരു ചാമ്പ്യൻ ആയിരുന്നു സുനിത. ഈ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് പിൽക്കാലത്ത് സ്പേസിലെ അതികഠിനമായ വെല്ലുവിളികൾ നേരിടാൻ അവളെ പ്രാപ്തയാക്കിയത്. പഠനത്തിൽ മിടുക്കിയായിരുന്ന സുനിത നീതം ഹൈസ്കൂളിലെ പഠനത്തിന് ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവൽ അക്കാദമിയിൽ ചേർന്നു. 1987 നേവി ഓഫീസറായി തന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. അക്കാദമിയിൽ വെച്ച് പരിചയപ്പെട്ട മൈക്കൽ ജെ വില്യംസിനെ അതേ വർഷം തന്നെ വിവാഹം കഴിച്ചു. ഒരു ഫെഡറൽ മാർഷലും പോലീസ് ഓഫീസറുമായ മൈക്കൽ സുനിതയുടെ കരിയറിൽ ഒരു പില്ലറായിരുന്നു. ഒരു മികച്ച ആസ്ട്രോനോട്ട് ആകുന്നതിനു മുൻപ് തന്നെ അതീവ അപകടകരമായ സാഹചര്യങ്ങളിൽ സ്വയം തെളിയിച്ച വ്യക്തിയാണ് സുനിത. നേവിയിൽ നിന്ന് കോംബാറ്റ് ഹെലികോപ്റ്റർ ട്രെയിനിങ് പൂർത്തിയാക്കിയ അവർ പേർഷ്യൻ ഗൾഫ് യുദ്ധസമയത്ത് സജീവമായി സേവനമനുഷ്ഠിച്ചിരുന്നു. ഹരിക്കെയിൻ ആൻഡ്രൂ പോലെയുള്ള വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ ജനങ്ങളെ സഹായിക്കാനുള്ള ദുരിതാശ്വാസ ദൗത്യങ്ങളിലും അവർ മുൻനിരയിലുണ്ടായിരുന്നു. ഒരു ടെസ്റ്റ് പൈലറ്റായും ഇൻസ്ട്രക്ടറായും പ്രവർത്തിച്ച സുനിത 30ഓളം വ്യത്യസ്ത വിമാനങ്ങളിലായി 3000-ലധികം ഫ്ലൈറ്റ് മണിക്കൂറുകൾ എന്ന വലിയ നേട്ടം കൈവരിച്ചു. ഈ അസാമാന്യമായ അനുഭവ സമ്പത്താണ് 1998 അവരെ നാസയുടെ പടിവാതിക്കൽ എത്തിച്ചത്. ആകാശത്തിന്റെ അതിർവരമ്പുകൾ അവിടെ അവസാനിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങിയത് ആ വർഷമാണ്. നാസയുടെ ആസ്ട്രോനോട്ട് ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് പുതിയൊരു ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു. മോസ്കോയിൽ പോയി റോബോട്ടിക്സിലും സ്പേസ് സിസ്റ്റത്തിലും സ്പെഷ്യൽ ട്രെയിനിങ് എടുത്ത സുനിത തന്റെ ഇന്ത്യൻ പാരമ്പര്യം ഒരിക്കലും മറന്നില്ല. ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ അവൾ കൂടെ കരുതിയത് ഭഗവത്ഗീതയും ഒരു ഗണപതി വിഗ്രഹവും പിന്നെ കുറച്ച് സമോസയുമായിരുന്നു. റെക്കോർഡുകൾ ഒന്നൊന്നായി സുനിതയുടെ പേരിൽ കുറിക്കപ്പെട്ടു. സ്പേസ് സ്റ്റേഷനിലെ ട്രെഡ്മില്ലിൽ 42.2 കിലോമീറ്റർ ഓടി ചരിത്രത്തിൽ ആദ്യമായി ബഹിരാകാശത്ത് മാരത്തൺ പൂർത്തിയാക്കിയ വ്യക്തിയായി സുനിത മാറി. 7 തവണയായി മൊത്തം 62 മണിക്കൂർ 6 മിനിറ്റ് സ്പേസ് വാക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ നേരം പേടകത്തിന് പുറത്ത് ചിലവഴിച്ച വനിത എന്ന റെക്കോർഡ് സുനിത സ്വന്തം പേരിൽ എഴുതി ചേർത്തു. ഏറ്റവും പരിചയസമ്പന്നരായ ആസ്ട്രോനോട്ടുകളുടെ പട്ടികയിൽ ഇന്ന് സുനിത 8ാം സ്ഥാനത്താണ്. സുനിത വില്യംസിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൗത്യം ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചാണ് നോക്കി നിന്നത്. 2024 ജൂണിൽ ബോയിങ് സ്റ്റാർലൈനർ എന്ന പേടകത്തിൽ 8 ദിവസത്തെ യാത്രയ്ക്കായാണ് അവർ പുറപ്പെട്ടത്. പക്ഷേ സാങ്കേതിക തകരാറുകൾ കാരണം ആ 8 ദിവസം എന്നത് 286 ദിവസമായി നീണ്ടുപോയി. മാസങ്ങളോളം അവിടെ കുടുങ്ങിക്കിടന്നിട്ടും സുനിത തളർന്നില്ല. ഒടുവിൽ 2025 മാർച്ചിൽ എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിൽ അവൾ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. ആ ഐതിഹാസികമായ തിരിച്ചുവരവിന് ശേഷം 2025 ഡിസംബറിൽ സുനിത നാസയിൽ നിന്ന് ഔദ്യോഗികമായി വിരമിച്ചു. എന്നാൽ വിരമിച്ച ശേഷവും സുനിത അക്ഷീണം പ്രവർത്തിക്കുകയാണ്. ഇന്ന് പബ്ലിക് സ്പീക്കിംഗ്, മെന്ററിംഗ് കൂടാതെ എയ്റോസ്പേസ് ഇൻഡസ്ട്രി വർക്ക്ഷോപ്സ് എന്നിവയിലൂടെ പുതിയ തലമുറയെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയാണ് ഈ വിസ്മയ വനിത. ആകാശത്തോളം വലുതാകട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങളും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന സുനിത വില്യംസിന്റെ ജീവിതം ഒരു വലിയ പാഠമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഇൻസ്പിറേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം. നന്ദി.